ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചോറിന് നല്ല ചെമ്മീൻ പൊള്ളിച്ചത് റെഡിയാക്കിയാലോ. നല്ല അടിപൊളി വാഴയിലെല്ലാം പൊതിഞ്ഞിട്ടുള്ള സൂപ്പർ ചെമ്മീൻ പൊള്ളിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിൻ്റെ താഴെ മേലെയുള്ള നാരെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരിയാണ്. അപ്പം നിങ്ങൾക്ക് ചെമ്മീൻ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എത്ര സ്പൈസ് ലെവൽ എങ്ങനെ വേണം അത് നോക്കിയിട്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഇത്തിരി കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക ചെമ്മീൻ. എന്നിട്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/2 hour എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതാ ഓരോ പീസ് ചെമ്മീനും ഇട്ടിട്ട് ഒരു മീഡിയം തീയിൽ 2 സൈഡും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതവിടെ കോരി മാറ്റി വെക്കാം. ഇനി ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഒരു മീഡിയം സൈസ് ഉള്ളി, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി, എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് വാടുന്ന വരെ വെയിറ്റ് ചെയ്യാം. തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പൊടികൾ കൂടി ഇടാനുണ്ട്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിന് താഴെ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി എണ്ണ കുറവുണ്ടെന്ന് കാണുകയാണെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലോണം അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരിത്തിരി പുളി നല്ല ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് പിഴിഞ്ഞ് അത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീനും ഈ മസാലയെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആവണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി മിക്സ് ആക്കുക. മസാലയെല്ലാം ചെമ്മീൻ്റെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ഇപ്പോൾ മസാലയെല്ലാം നല്ലോണം പിടിച്ച് എല്ലാം ഒന്ന് വറ്റി കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ മസാല എല്ലാം കൂടി ഒരു വാഴയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇല കുറച്ച് വലുതാണെങ്കിൽ നമുക്കൊരു കിഴി പോലെ കെട്ടാനെല്ലാം പറ്റും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു പീസ് ഇല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടൊന്ന് മടക്കിയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് 4 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മടക്കിയിട്ട് ചെറിയ തീയിൽ നമുക്കൊരു ഫ്രൈ പാൻ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും 2 സൈഡും ചെറിയ തീയിൽ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കാം. എന്താ നല്ല സ്മെല്ലെന്നറിയാം. നല്ല അടിപൊളി. ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.